ഹലോ ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് റിസപ്ഷൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മെയിനായിട്ട് ഇന്ന് എനിക്കും ഭാഗ്യയ്ക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഇവിടെ തന്നെ വരാൻ കാരണം ഇവിടെ ഡ്രസ്സ് ഡൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന കളർ, ഞാൻ ഒരു റെഡ് കളറാണ് ഉദ്ദേശിക്കുന്നത്. ആ റെഡ് കളർ ഡൈ ചെയ്ത മെറ്റീരിയൽ വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ ഡൈ ചെയ്യിക്കാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആദ്യം നോക്കുന്നത് ഭാഗ്യയ്ക്ക് വേണ്ടിയിട്ടാണ്. അവൾക്ക് റിസപ്ഷന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽസ് ഇവിടെ നിന്ന് തന്നെ എടുക്കാമെന്ന് കരുതി. ഒരുപാട് കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഓൾറെഡി ഒരു ബേസ് സിൽവർ അല്ലെങ്കിൽ ഒരു ഗോൾഡ് ടോണാണ് നമ്മുടെ അപർണ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഷെയ്ഡ് അല്ലാണ്ട് ഭാഗ്യം ഓൾറെഡി ഒരു ബ്ലാക്ക് കളർ വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ബ്ലാക്കാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡാർക്ക് ഷെയ്ഡ്. ബ്ലാക്കിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഇല്ലായിരുന്നു, എന്നാലും ഉള്ളത് അത്യാവശ്യം നല്ല കളക്ഷനുകളായിരുന്നു. നമുക്ക് ബഡ്ജറ്റും കൂടെ ആയിരുന്നു നമ്മുടെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഈ ഒരു ബ്ലാക്ക് നോക്കി, ഈ ഒരു ബ്ലാക്ക് നെറ്റിൽ തയ്ക്കാമെന്ന് കരുതി. ഈ ഒരു ഡ്രസ്സ് അപർണയുടെ കസിന് വേണ്ടിയിട്ട് നോക്കിയതാണ് ഈ ഒരു മെറ്റീരിയൽ. അപ്പോൾ ഈ ഒരു കളർ, ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സ്കേർട്ടും ടോപ്പും കിട്ടത്തില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ ഈ കളർ ചേഞ്ച് ചെയ്യാണ് ചെയ്തത്. ഇത് സ്കേർട്ടിനും ആദ്യം കാണിച്ച ക്ലോത്ത് ടോപ്പിന് എടുക്കാമെന്നാണ് ഫസ്റ്റ് വിചാരിച്ചത്. അപ്പോൾ സ്കേർട്ടിന് നമുക്ക് അംബ്രല്ല സ്കേർട്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല, പ്ലീറ്റഡ് സ്കേർട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പിന്നെ ഈ ഒരു ഓപ്ഷൻ നമ്മൾ മാറ്റി വെച്ചു. അപ്പോൾ പിന്നെ നെക്സ്റ്റ് ആയിട്ട് എൻ്റെ ഡ്രസ്സിന് വേണ്ടിയിട്ടുള്ള ഡൈ ചെയ്യാനുള്ള മെറ്റീരിയൽസ് നമ്മളിവിടെ ഒരുപാടുണ്ടായിരുന്നു, വെറൈറ്റി ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് സ്കേർട്ടിന് സെപ്പറേറ്റ്, ടോപ്പിന് സെപ്പറേറ്റ്, അങ്ങനെ 2 മെറ്റീരിയലാണ് ഞാൻ ഇവിടെ നിന്ന് എടുത്തത്. വേറെയും നമ്മൾ ഒരുപാട് നോക്കിയായിരുന്നു. ആ പിങ്ക് ഷെയ്ഡുള്ള ആ ഒരു മെറ്റീരിയൽ നമ്മൾ എടുത്തില്ല. വേറെ നമ്മൾ ഒരുപാട് നോക്കി. ലാസ്റ്റ് ഭാഗ്യയ്ക്ക് നമ്മൾ ഈ ബ്ലാക്ക് ഫൈനലൈസ് ചെയ്തു. ഈ ഒരു ബ്ലാക്കിൽ സ്കേർട്ടും ടോപ്പും തയ്ക്കാനാണ് നമ്മൾ ലാസ്റ്റ് ഫൈനലൈസ് ചെയ്തത്. ഈ ഒരു പിങ്ക് ഷെയ്ഡുള്ള മെറ്റീരിയൽ നമ്മൾ മാറ്റി, അത് എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് വേറെ ഏതെങ്കിലും കളർ ഷെയ്ഡ്, ഈ ഒരു ലാവൻഡർ ഷെയ്ഡ് നോക്കിയായിരുന്നു. പക്ഷേ ഇതിന് ലൈനിങ് കിട്ടിയില്ല. അപ്പോൾ പിന്നെ അതും അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു, അതും എടുത്തില്ല. അപ്പോൾ ആക്ച്വലി എനിക്കും ഭാഗ്യയ്ക്ക് മാത്രമേ ഇവിടെ നിന്ന് മെറ്റീരിയൽ കിട്ടിയുള്ളൂ. ഞാൻ ഡൈ ചെയ്യാൻ കൊടുക്കുകയും ചെയ്തു. നമുക്ക് ഓണം പർച്ചേസ് കൂപ്പണൊക്കെ അവിടെ നിന്ന് കിട്ടി. അവിടെ മറ്റേ ആഡി സെയിലൊക്കെ നടക്കുന്നത് കൊണ്ട് അതിൻ്റെ തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് നമ്മൾ നേരെ നോക്കിയത് KFCയിലോട്ടാണ്. ഈ രാജകുമാരുടെ നേരെ ഓപ്പോസിറ്റാണ് പുതിയ പോത്തൻകോടത്തെ ഔട്ട്ലെറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നെ ഓർഡർ ചെയ്തിട്ട് അവിടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളവിടെ സ്ക്രീനിൽ ഓർഡർ ചെയ്ത് ഞങ്ങൾ ജസ്റ്റ് ഒരു റോളാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു, ഉച്ച സമയമായിരുന്നു, എന്നാലും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ തന്നെ ഓർഡർ ചെയ്തിട്ട് നമ്മളവിടെ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. നമ്മളൊരു ചിക്കൻ റോളാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ റോള് ട്രൈ ചെയ്യുന്നത്. ഞാൻ എന്നിട്ട് വീട്ടിലത്തേക്ക് ഒരു പാഴ്സലും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ റോളെന്ന് പറയുന്നത്. ഇതിന് 100 സംതിങ് ആണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. പക്ഷേ 100 സംതിങ്ങിന് ഭാഗത്താണെന്ന് ചോദിച്ചാൽ ഇതൊരു നോർമൽ ഒരു ചപ്പാത്തി റോള് വന്നിട്ട് അതിൽ കുറച്ച് വെജീസും ചിക്കനും, അങ്ങനെയായിരുന്നു ആ ഒരു ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല വിശപ്പ് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ആസ്വദിച്ച് കഴിച്ചു. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം എന്നൊന്നും പറയാൻ പറ്റത്തില്ല, കൊള്ളായിരുന്നു, അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇറങ്ങി. ഇതൊരു സെക്കൻഡ് പാർട്ട് വീഡിയോ ആണെന്ന് പറയാം. ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽസ് എല്ലാം റെഡിയാക്കി വെച്ചേക്കാണ്. ഈ ഒരു മെറ്റീരിയലാണ് ഗൗരിക്ക് നമ്മൾ എടുത്ത ഡ്രസ്സ്, അവളുടെ കല്യാണ ഡ്രസ്സ്. ഇതും കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് ചെയ്യാനുള്ളത് ഇതൊരു സാരിയാണ്, ഈ ഒരു ഡ്രസ്സും. മറ്റേത് റിസപ്ഷന് വേണ്ടിയിട്ടൊരു ഗൗൺ ചെയ്യാനുള്ള ഡ്രസ്സുമാണിത്. ഫൈനലി എൻ്റെ ഡ്രസ്സ് ഡൈ ചെയ്ത് കിട്ടി. ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഇത് ഞാൻ വാങ്ങിച്ച ജാക്കറ്റിന് വേണ്ടിയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഡൈ ചെയ്ത് കിട്ടിയത് ഇങ്ങനെയായിരുന്നു. ഇതാണ് അപർണയുടെ റിസപ്ഷൻ ഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.